പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഇപ്പോൾ UDF യോഗത്തിൽ സംസാരിക്കുന്നു. അതിൻ്റെ തത്സമയം. ജനവിരുദ്ധ ഇടതുപക്ഷ സർക്കാരിനെതിരെ വിധിയെഴുത്തുകൾ നിലമ്പൂർ നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നാം അഭിമുഖീകരിക്കുന്നത്. ഇവിടെ മുൻ പ്രാസംഗികർക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ജനത ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതിനെതിരെയുള്ളൊരു വിധിയെഴുത്താക്കി മാറ്റുവാൻ ഓരോ ജനാധിപത്യ വിശ്വാസികളും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, CPM പ്രവർത്തകർ പോലും അതിനുള്ള അവസരം കാത്തു കഴിയുന്ന ഒരു അവസരത്തിലാണ് ഇവിടെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രിയപ്പെട്ട ഷൗക്കത്ത് അവരുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുവാനുള്ള അവസരമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തീർച്ചയായിട്ടും നാം ഒന്നടങ്കം ഒരു വലിയ ശക്തിയായി അതിനെതിരെ പ്രചരണ രംഗത്ത് ശക്തമാകുകയാണ്. അതിൻ്റെ പര്യടനം ആരംഭിക്കുന്ന ഈ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയെ വർഗീയ ഒരു ജില്ലയാക്കി പലരും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന നടപടികളാണ് ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളും വർഗീയ ധ്രുവീകരണം കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ മതേതര മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ വളരെ വലിയൊരു ശക്തമായ മുന്നേറ്റമുണ്ടാക്കുവാൻ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു ഭാഗമാക്കും, അതിനുള്ളൊരു സൂചനയായി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആര്യാടൻ ഷൗക്കത്ത് അവരുടെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയത്തിന് നാം ഒറ്റക്കെട്ടായി പ്രവർത്തനത്തിനും അതിനുള്ള ആ ഒരു വലിയ പ്രതിജ്ഞയാണ് ഈ ഒരു അവസരത്തിൽ നാം നിർവഹിക്കുന്നത്. ഇനിയും വൈകിയ വേളയിൽ ഈ പര്യടനം വളരെയധികം പഞ്ചായത്തുകൾ എത്തിച്ചേരേണ്ടതാണ്. ഈ അവസരത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ യോഗത്തിൽ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പ്രസംഗിക്കുകയായിരുന്നു.